പ്രതിസന്ധികളോട് വെല്ലുവിളിച്ചു. ഷിജു ചേച്ചി കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളിയാണ്. ജീവിതത്തിൽ ഒരുപാട് സങ്കടക്കടലൊക്കെ നീന്തിയാണ് ഈ ഒരു മേഖലയിലേക്ക് ചേച്ചി എത്തിയത്. എങ്ങനെയാണ് ഈ ഒരു മേഖല, കള്ള് ചെത്താം എന്നുള്ള ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ ചെത്തു തൊഴിലാളി മേഖലയിലേക്ക് വന്നത് പറഞ്ഞാൽ ഭർത്താവിന് കള്ളു ചെത്തു തൊഴിലാളിയാണ് പണി. സമയത്ത് കള്ളു കൊണ്ട് ഷാപ്പിൽ പോകുന്ന സമയത്ത് ഭർത്താവിന് ഒരു ആക്സിഡന്റ് പറ്റി. അപ്പോൾ കൈയും എല്ലെല്ലാം പൊട്ടി. അങ്ങനെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പണിയെടുക്കണമെങ്കിൽ 1 വർഷമെങ്കിലും ആവും. അപ്പം അതുവരെ നമുക്ക് മോനെല്ലാം അന്നേരം 8ാം ക്ലാസ്സിൽ പോകുന്ന സമയമാണ്. അപ്പോൾ പുതിയ ക്ലാസ്സിലെല്ലാം പോകുമ്പോൾ യൂണിഫോം വരുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ വേറെ ഞാനങ്ങനെ പണിയെടുക്കുന്നില്ല. ഞാൻ തൊഴിലുറപ്പ് പോകാൻ അന്നേരം കുറച്ചേ ഉള്ളൂ. പിന്നെ വേറെ ഒരു വരുമാനമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെത്ത് തുടങ്ങാം. ഭർത്താവിൻ്റെ പേരിൽ കള്ളളക്കാന്ന് വെച്ചാണ് ഞാൻ ചെറിയ തെങ്ങ് കെട്ടി ഭർത്താവ് അടിയിൽ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ അതിനകത്ത് കള്ളായി. പിന്നെ ഞാൻ തെങ്ങ് കൂടുതൽ കെട്ടി. പിന്നെ കള്ള് അളക്കാൻ തുടങ്ങി. ഭർത്താവിൻ്റെ പേരിൽ കള്ളളക്കാൻ തുടങ്ങി. അങ്ങനെ ചെത്ത് മേഖലയിലേക്ക് വന്നു. എന്നാലും ജീവിതം മുമ്പോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ട് കാരണം ചെത്ത് മേഖലയിലേക്ക് വന്നത്. ഞാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. 5 വർഷം മുന്നെയാണ് ഭർത്താവിനൊരു അപകടം പറ്റിയത്. ഓക്കെ, 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോ മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം. +2 കഴിഞ്ഞു. ഇപ്പൊ മോൻ +2 കഴിഞ്ഞു. അന്ന് എത്ര മക്കളായിരുന്നു? 2 ഒരു മോള് മൂത്തതാണോ? അല്ല, മോളാണ് ഇളയത്. അപ്പൊ അന്ന് തീരെ കുഞ്ഞായിരുന്നോ മോള്? ഇപ്പം 10ാം ക്ലാസ് പഠിക്കുന്നു. ഇപ്പം 10ാം ക്ലാസ്സില്. അന്നൊരു കുഞ്ഞു മോളായിരുന്നു അല്ലെ? ഓക്കെ. 5ാം ക്ലാസ്സിൽ പഠിക്കായിരിക്കും മോൾ ആ സമയത്ത്. മോൻ 8ാം ക്ലാസ്സില്. അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പം ഒട്ടും വേറെ വഴിയൊന്നുമില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ വേറെ ഒരുപാട് നാട്ടുപുറങ്ങളിലെ സ്ത്രീകൾ ചെയ്യുന്ന ഒരുപാട് ജോലികളൊക്കെ ചെയ്യായിരുന്നു. എന്തുകൊണ്ടാ പിന്നെയും ഇത് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്? വെച്ചാല് ഭർത്താവ് ഇതെല്ലാം ചെയ്യുന്നേ. അപ്പൊ ഭർത്താവിന്റെ പേരിൽ കള്ളറക്കാന്ന് വെച്ചാണ് ഞാനിത് ചെയ്തത്. അപ്പൊ പിന്നെ ഞാനും കൂടി ഇപ്പം യൂണിയനിൽ അംഗമായി. അപ്പൊ എന്റെ പേരിലും കൂടി ഞാനിപ്പം ചെയ്യുന്നുണ്ട്. എന്റെ പേരിലും കള്ളറക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാരും അറിയപ്പെട്ടു.